సావు రాటినంద సరప సావు కష్టమంద కదేవు చెవ ఒక్కటైనా కదేను బలము కొండైనా వాలి సావు రాటినంద సరప సావు కష్టమంద కదేవు చెవ ఒక్కటైనా ఒక్కదేను బలము కొండైనా అడుకడుకో యేసు వచ్చనయ్యా పరాలను దిగైకొచ్చనయ్యా అడుకడుకో యేసు వచ్చనయ్యా పరాలను నీదెచ్చనయ్యా నింద్రాడు నీన అద్భుత రీతికో తృప్తిపరచని బ్రతుకు గొప్ప మేళగా నింద్రాడు నీనాద్భుత రీతికో తృప్తిపరచని బ్రతుకు గొప్ప మేళగా వెంబడించు యేసు నీ పూర్ణ శక్తితో వెంబడించు యేసు నీ పూర్ణ శక్తితో యేసే ఈ జగత్తుకి సర్వాధికారి యేసే నీ నావికి చూపించి దారి చేస్తాను నిన్ను రసనైన జాలరి మనుషుల పట్టలే జాలరి ఓ నావిగా శ్రమలలో క్షామిగా ఓ నావిక క్షమలలో క్షామిక ఊసు విండివా గీత గండివా యేసు సామి ఊసు నీవు గిండివా ఊసు విండివా గీత గండివా యేసు సాము ఊసు నీవు గిండివా ఐలసో ఐలసా ఐలసో ఐలసా ఐలసో ఐలసా ఐలసో ఐలసా കൈ പഞ്ഞിയൊക്കെ ആയിട്ട് ഒരു മനുഷ്യൻ രാത്രിയിൽ നിൽക്കുക. എന്തോ ആരോ വയ്യാതിരിപ്പുണ്ടെന്നാണ് നമ്മളിത് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. ആരെയോ ശുശ്രൂഷിക്കുകയാണ്. വളരെ ശ്രദ്ധിച്ച് നോക്കിയപ്പോൾ അദ്ദേഹം യൂണിഫോം ഇട്ടുകൊണ്ടാണ് നിൽക്കുന്നത്. നിങ്ങൾ ഞെട്ടണ്ട, ഇത് നേഴ്സല്ല. അല്ലേ, നേഴ്സുമാർ നമ്മുടെ രാജ്യത്തിന് ചെയ്യുന്ന സേവനം ഭയങ്കര. ഉറക്കമില്ലാതെ എത്രയോ നേഴ്സുമാരല്ലേ ഓവർ ടൈം ഡ്യൂട്ടിയും ചെയ്ത് അവർ വളരെ കഷ്ടപ്പെട്ടാണ് അധ്വാനിച്ചാണ് അവർക്ക് ഉള്ള ജീവസന്ധാരണത്തിനുള്ള സാമ്പത്തിക നന്മകൾ ഉണ്ടാക്കുന്നത്. ഒരുപാട് പേര് രാവിലെ വിദേശ രാജ്യങ്ങൾക്ക് ഒരുപാട് നേഴ്സുമാർ വർക്ക് ചെയ്യുന്നുണ്ട്. ഇന്ന് ഞാൻ രാവിലെ നേഴ്സുമാർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. അതുകൊണ്ട് ഈ സന്ദേശം നിങ്ങളുടെ മകൾ നേഴ്സാണെങ്കിൽ അവർക്ക് അയച്ചു കൊടുക്കണം കേട്ടോ. ശ്രദ്ധിച്ചേ, വളരെ കഷ്ടപ്പെട്ട് ഈ രാത്രിയിൽ ഈ പഞ്ഞിയായിട്ട് ഈ മനുഷ്യൻ നിൽക്കേണ്ട കാര്യം എന്നാ എന്ന് ഞാനിങ്ങനെ പരിശോധിച്ച് ചെന്നപ്പോഴാണ് മനസ്സിലായത് ഇയാൾ നേഴ്സല്ല. അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഈ വക ഐറ്റംസ് ഒക്കെ വരാൻ കാര്യം ഇദ്ദേഹം ഒരു ഓഫീസറാണ്, അല്ലേ, ഒരു ഓഫീസറാണ്. ഞാൻ ഈ സംസാരിക്കുന്നത് അപ്പോസ്തല പ്രവൃത്തി 16-ാം അധ്യായത്തിൽ നിന്നാണ്. 33-ാം വാക്യത്തിൽ നിങ്ങൾ നോക്കിയാൽ മതി. സ്തോത്രം. ഈ മനുഷ്യൻ ഒരു ആർമി ഓഫീസർ നമുക്ക് വേണേൽ പറയാം. കാരണം അന്നത്തെ കാലത്ത് പട്ടാളക്കാരാണല്ലോ. നമ്മളെ ഇന്നത്തെ കാലത്തെ പോലെ പോലീസ് സംവിധാനമൊന്നുമില്ലല്ലോ. പട്ടാളം, കാവൽ പട്ടാളം എന്നൊക്കെ എഴുതുന്നത്. അപ്പം അതിൽപ്പെട്ട ഒരു ജയിലർ എന്ന് വേണേൽ പറയാം. അദ്ദേഹം കാരാഗ്രഹ പ്രമാണി എന്നാണ് മലയാളത്തിൽ എഴുതിയിരിക്കുന്നത്. നമുക്കത് ഇംഗ്ലീഷിലോട്ട് നമ്മൾ വരുമ്പോഴത്തേക്ക് അദ്ദേഹം ജയിൽ സൂപ്പറുണ്ടോ എന്നൊക്കെ വേണം വിളിച്ചു. അദ്ദേഹം അങ്ങനെ ഒരു പൊസിഷനിൽ ഇരിക്കുന്ന ആളാണ്. കഴിഞ്ഞ ദിവസം പകൽ വൈകുന്നേരമൊക്കെ ആയപ്പോഴത്തേക്ക് ഒരു 2 കുറ്റവാളികളെ കൊണ്ടുവന്നിട്ടുണ്ട്. അവരോട് കേറാകത്തെന്ന് പറഞ്ഞ ടീമാണ് ഈ നിൽക്കുന്ന പഞ്ഞിയും പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ആള്.
അകത്തോട്ട് കയറാന്നും പറഞ്ഞ് വേണമെങ്കിൽ ഒരു ചവിട്ടും കൊടുത്തായിരിക്കും അകത്തോട്ട് കയറ്റി വിട്ടത്. കാരണം സ്കൂളിലെ അഡ്മിഷൻ അല്ലല്ലോ ഇവിടെ. ഇവിടെ ഇവിടെ വരുന്നത് മുഴുവനും അറസ്റ്റ് ചെയ്തും കൊലപാതകം ചെയ്തും കുറ്റകൃത്യങ്ങൾ ചെയ്ത് അകത്താകുന്നവരെ. അവരെ വാ മോനെ നിനക്ക് ഇവിടെയാടാ സീറ്റ് എന്നും പറഞ്ഞ് അങ്ങനെ കൊണ്ടുപോവല്ല. അന്നേരമാണ് സകല ഞോണ്ടും ഞൊടിയൊക്കെ കിട്ടുന്നത്. അപ്പം കഴിഞ്ഞ പകല് വൈകുന്നേരം ഒരു 5 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് എൻ്റെ ചിന്തയിൽ ഇങ്ങനെയാണ്, ഈ മനുഷ്യൻ ഒരു കണ്ണി ചോരയത് ഈ റോമാക്കാരുടെ ജയിലുകളുടെ സൂപ്രണ്ടുമാരെന്ന് പറയുന്നത് ഭയങ്കര ക്രൂരന്മാരാണെന്നാണ് ഞാൻ വായിച്ചിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ അതുപോലെ തൻ്റെ കൈ കിട്ടുന്ന കുറ്റവാളികളെ കഴിവിൻ്റെ പരമാവധി ടോർച്ചർ ചെയ്യാൻ പറ്റുന്ന വിധത്തിലുള്ള ഉദ്യോഗസ്ഥന്മാരെയാണ് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ കൊണ്ടിടുന്നത്. അവർക്ക് കണ്ണി ചോരയൊന്നുമില്ല. നമുക്ക് ഇപ്പം എന്നെയാ കൊണ്ടിടുന്നെങ്കിൽ ഞാൻ എല്ലാത്തിനും തുറന്നു വിടുകയുള്ളൂ. കാരണം എനിക്ക് ഇവരെന്തിനാ ഇതിനകത്ത് കിടക്കുന്നതെന്ന് വിചാരിച്ച് ഞാൻ തുറന്നു വിടും. അതോടുകൂടി എൻ്റെ കാര്യത്തിൽ തീരുമാനമാവുകയും ചെയ്യും. അല്ലേ? സ്വത്രം. ആമേൻ. ഈ റോമൻ ഗവൺമെന്റിന്റെ ജയിലുകളിൽ ജോലി ചെയ്യുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര ക്രൂരന്മാരാണ്. അവര് കുറ്റവാളികളെ അവര് ട്രീറ്റ് ചെയ്യുന്നത് നമ്മളെ നാട്ടിൽ ട്രീറ്റ് ചെയ്യുന്ന പോലൊന്നുമല്ല. സ്തോത്രം. വ്യത്യസ്തമാണ്. അന്നത്തെ ഉണ്ടായിരുന്ന ഭരണാധികാരികളെ കുറിച്ച് അറിയാമല്ലോ. ഈ കുറ്റവാളികളെ കിട്ടിക്കഴിഞ്ഞാൽ മൃഗത്തിനിട്ട് കൊടുക്കുക, അവരെ ഇനി ദൈവമക്കളായ കുറ്റവാളികളാണെങ്കിൽ അവരെ ചെയ്യുന്ന പെടാപ്പാട് നമ്മൾ രക്തസാക്ഷികളുടെ പുസ്തകത്തിൽ വായിച്ചിട്ടുണ്ട്, അല്ലേ? തോലിനകത്ത് കെട്ടി, പച്ച തോലിനകത്ത് കെട്ടി, മൃഗത്തിന്റെ തോലിനകത്ത് മനുഷ്യനെ കെട്ടിയിട്ട് അതങ്ങ് വരിഞ്ഞ് മുറുക്കിയിട്ട് വെയിലത്തോട്ട് ഉണക്കാനിടുക. ഈ വെയിൽ കൊണ്ട് ഈ തോല് അങ്ങ് ഉണങ്ങി ഈ മനുഷ്യൻ അതിനകത്ത് വീർപ്പ് മുട്ടിച്ചാവും. സ്തോത്രം. അതൊക്കെയാണ് അന്നത്തെ വിനോദങ്ങൾ. അതുകൊണ്ട് കുറ്റവാളികളെ കൈകാര്യം ചെയ്യുന്നത് വളരെ മൃഗീയമായ രീതിയിലാണെന്നുള്ളത് കാര്യം നമുക്കറിയാം. അങ്ങനെ വളരെ ക്രൂരനായ ഒരു ഓഫീസറാണ് ഇവിടെ ഈ രാത്രി പഞ്ഞിയും പിടിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാനും നിങ്ങളെ ഭാഗം കണ്ടല്ലോ അല്ലേ? ഞാൻ വളരെ ശ്രദ്ധിച്ചു നോക്കിയപ്പോൾ ഈ മനുഷ്യൻ രാത്രിയിൽ അവരുടെ മുറിവുകളെ കഴുകി എന്നാണ് എഴുതിയിരിക്കുന്നത്. ഞാനൊന്ന് വായിച്ച് കേൾപ്പിക്കാം. 16-ന്റെ 33-ാമത്തെ വാക്യമാണ്. അവൻ രാത്രിയിൽ ആ നാഴികയിൽ തന്നെ അവരെ കൂട്ടിക്കൊണ്ടുപോയി അവരുടെ മുറിവുകളെ കഴുകി താനും തനിക്കുള്ളവരും എല്ലാവരും താമസിയാതെ സ്നാനമേറ്റു. ഒരു വലിയ സംഭവത്തെ ഒറ്റ വാക്യത്തിൽ 2 പീസായിട്ട് എഴുതിയിരിക്കുകയാണ്. ഒരു വലിയ സംഭവമാണ്, വളരെ നീണ്ട ഒരു സംഭവമാണ്. അത് ഒറ്റ വാക്യത്തിൽ 2 കഷ്ണമായിട്ട് എഴുതിയിരിക്കുക, 2 പീസായിട്ട്. അത് ആദ്യത്തെ ഭാഗം എടുത്താൽ ആ നാഴികയിൽ തന്നെ, അന്ന് രാത്രി തന്നെ ഈ കാരാഗൃഹത്തിൽ നിന്ന് തൻ്റെ വീട്ടിലേക്ക് ഇവരെ കൂട്ടിക്കൊണ്ടുപോയി. ഇവരെ 2 പേരെ കൂട്ടിക്കൊണ്ടുപോയിട്ട് അവരുടെ മുറിവുകളെ കഴുകി. കാരണം ഇഷ്ടം പോലെ ഇനി ഇവനുണ്ടാക്കിയ മുറിവുണ്ടോ എന്നുള്ളതാണ് എനിക്ക് സംശയം. അതാ ഈ കാരാഗൃഹ പ്രമാണി 2 കൊടുത്തോ, ആ കൂടെ വല്ല മുറിവ് ഉണ്ടായോ എന്ന് എനിക്കറിയില്ല. എന്തായാലും മുറിവുകളെ കഴുകി. സ്തോത്രം. അവരുടെ മുറിവുകളെ കഴുകി എന്ന് മാത്രമല്ല, ഇനി അടുത്ത ആ സെന്റൻസ് അത് കുറച്ച് ലെങ്ത് കഴിഞ്ഞ്, കുറച്ച് സമയം കഴിഞ്ഞ്, അല്ലെങ്കിൽ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞതിന് ശേഷം നടന്നതായിരിക്കാം. താനും തനിക്കുള്ളവരും താമസിയാതെ, അങ്ങനെ എഴുതിയേക്കുന്നല്ലേ? താനും തനിക്കുള്ളവരും താമസിയാതെ സ്നാനമേറ്റു. അതൊരു പ്രോസസ്. അത് കുറച്ച് സമയം കഴിഞ്ഞിട്ടാണ്, കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞിട്ടായിരിക്കാം. ദൈവത്തിന് സ്തോത്രം. വീണ്ടും ഇദ്ദേഹം ജോലിയിലേക്ക് മടങ്ങി വരികയാണ്, ഈ കാരാഗൃഹ പ്രമാണി. പിന്നെ അവിടെ നടന്ന സംഭവങ്ങൾ നിങ്ങൾക്കറിയാം. താഴോട്ട് വായിക്കുമ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഇന്ന് രാത്രി എൻ്റെ ചിന്ത ഇവിടെയാണ് നിൽക്കുന്നത്. എവിടെ അറിയോ? ഈ രാത്രി പഞ്ഞിയും പിടിച്ചുകൊണ്ടിരിക്കുന്ന ഈ മനുഷ്യന്റെ മുഖത്തേക്ക് നിങ്ങൾ നോക്കിയേ. രാത്രി പഞ്ഞിയും പിടിച്ചുകൊണ്ടിരിക്കുക. അദ്ദേഹം തന്നെ ചിലപ്പോൾ അദ്ദേഹത്തിന്റെ വീട്ടിൽ ജോലിക്കാരുണ്ടാകാം, എങ്കിലും അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഈ അവരുടെ മുറിവുകളെ കഴുകുക. ഒരുപക്ഷെ കരഞ്ഞോണ്ടായിരിക്കും അല്ലേ ആ മനുഷ്യൻ? കാരണം കഴിഞ്ഞ രാത്രിയിൽ ഈ മനുഷ്യൻ മുറിവുകളെ കഴുകാൻ പോയിട്ട് അദ്ദേഹം ശവപ്പെട്ടിക്കകത്ത് കയറേണ്ട ആളായിരുന്നു. കാരണം സ്വയം ആത്മഹത്യക്കൊരുങ്ങിയ ഒരു മനുഷ്യനാണ് അദ്ദേഹമാണിപ്പോൾ ഈ ശുശ്രൂഷകന്മാരുടെ മുറിവുകളെ കഴുകുന്നത്. സ്തോത്രം. ആമേൻ.
ഒരുപക്ഷെ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവമക്കളെ, സ്തോത്രം, നിങ്ങൾ ഒരുപാട് പ്രശ്നത്തിന് കൂടെ കടന്നു പോകുന്ന വ്യക്തിയായിരിക്കാം. ഞാൻ പറഞ്ഞല്ലോ, ഇന്ന് നേഴ്സുമാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ദിവസമാണ്. നിങ്ങൾ ഒരുപാട് വേദനയോട് കടന്നു പോകുമായിരിക്കാം. സമയത്തിന് പ്രൊമോഷൻ കിട്ടാതെ, ശമ്പളം ലഭിക്കാതെ, 2-3 മാസമായിട്ട് ശമ്പളം കിട്ടാതെ, ഓവർ ടൈം ഡ്യൂട്ടി ചെയ്യേണ്ട അവസ്ഥ വരികയായിരിക്കാം. ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയാം, നിങ്ങൾക്കൊരു സന്തോഷ വാർത്തയുണ്ട്. കർത്താവ് നിങ്ങളെ കണ്ടിട്ടുണ്ട്, കർത്താവ് നിങ്ങളെ മനസ്സിലാക്കിയിട്ടുണ്ട്. ഭാരപ്പെടേണ്ട. ഓരോ പ്രാവശ്യത്തെയും ശമ്പളം കിട്ടുമ്പോൾ നീക്കി വെക്കാനൊന്നുമില്ല. കാരണം നാട്ടിൽ കടം അടയ്ക്കാനുണ്ട്. കടം ഒത്തിരി എടുത്തിട്ടുണ്ട്, അത് അടച്ചുകൊണ്ടിരിക്കുക. സ്തോത്രം. വളരെ ഒന്നും വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നവർക്കറിയാം, അവർക്ക് ഇരിക്കാൻ പോലും പറ്റത്തില്ല. 2 മിനിറ്റ് ഒന്നും ഇരിക്കാൻ പറ്റിയല്ല. കാരണം എല്ലായിടത്തും CCTV വെച്ചേക്കുക. എവിടെയെങ്കിലും ഒന്ന് ഇരുന്നാൽ ഉടനെ ബെല്ലടിക്കും, എന്നെ എടുക്കാമെന്ന് ചോദിക്കും. സ്തോത്രം. അതുകൊണ്ട് ഇവരെപ്പോഴും ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുക. ഇനി നാട്ടിലുള്ളവരുടെ കാര്യം ഞാൻ പറയാം. അതെ, നിങ്ങളുടെ മകൾ അല്ലെങ്കിൽ നിങ്ങളുടെ മകൻ നേഴ്സായിട്ട് വിദേശ രാജ്യത്ത് ജോലി ചെയ്യുകയാണെങ്കിൽ അവനവിടെ കറൻസി ഇങ്ങനെ കുലുക്കിക്കൊണ്ടിരിക്കുകയെന്ന് ചിന്തിക്കണ്ട കേട്ടോ. നിങ്ങൾ ആ മുറ്റത്ത് ഇച്ചിരി കാറ്റൊക്കെ കൊണ്ടിരിക്കാൻ നിങ്ങൾക്ക് പറ്റുന്നുണ്ട്, പക്ഷെ അതിനെ കാറ്റ് കൊണ്ടിരിക്കാൻ പറ്റിയല്ല. അതിനെ കാറ്റ് കൊണ്ടിരുന്നാൽ എല്ലാവരുടെയും കാറ്റ് പോകും. അതുകൊണ്ടാണ് അത് ആ സഹോദരൻ അവൻ നിലം തൊടാതെ ഡ്യൂട്ടി ചെയ്തുകൊണ്ടിരിക്കുക, ഓടുക അങ്ങോട്ടും ഇങ്ങോട്ടും. ചിലയിടത്ത് ലിഫ്റ്റ് ഉപയോഗിക്കാൻ പറ്റിയല്ല, അവർ സ്റ്റെപ്പ് കയറി പോക്കോണം മേലേക്ക്. സ്തോത്രം. എന്തെല്ലാം പ്രതിസന്ധിയാണെന്നറിയോ അവരനുഭവിക്കുന്നത്. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ AC-ക്കകത്തിരിക്കുന്നത് കൊണ്ട് അതിൻ്റെ ബുദ്ധിമുട്ട് വേറെ. ഇനി നേഴ്സുമാരായിട്ട് ജോലി ചെയ്യുന്നവരോട് ഞാനൊരു കാര്യം പറയാം. നിങ്ങൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ AC-ക്കകത്താണ് നിങ്ങൾ വർക്ക് ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ ചെവിക്കകത്ത് 2 ചെറിയ പഞ്ഞി കഷ്ണം ചെവിക്കകത്ത് കയറ്റി വെക്കണം കേട്ടോ. ഒരുപാട് പഞ്ഞി കയറ്റി വെക്കരുത്. ചെറിയ 2 പീസ് പഞ്ഞി ചെവിക്കകത്ത് കയറ്റി വെച്ചാൽ നിങ്ങളുടെ ബോഡി മുഴുവൻ ഹീറ്റായിട്ടിരിക്കും എപ്പോഴും. ഈ AC വന്നാലും നിങ്ങൾക്ക് പ്രയാസം ഉണ്ടാവില്ല. മാത്രമല്ല ജലദോഷം അങ്ങനെയുള്ള കഫക്കെട്ടൊന്നും ഉണ്ടാകുകയില്ല കേട്ടോ. അത് ഈ കൂടത്തിൽ ഞാനങ്ങ് പറഞ്ഞതേ ഉള്ളൂ. സ്തോത്രം. നോക്കുക, അവരെത്ര കഷ്ടപ്പെട്ടാണ്. നേരം വെളുക്കുമ്പോൾ എഴുന്നേറ്റ് ഓടണം. വൈകുന്നേരം വരുന്ന ഏതെങ്കിലും ഒരു സമയത്താണ്. വന്നു കഴിഞ്ഞാലോ എടുപ്പത് പണിയായിരിക്കും, ചിലപ്പം താമസിക്കുന്നിടത്തോളം. ഇതെല്ലാം കഴിഞ്ഞ് അവർ ഉറങ്ങുമ്പോൾ ഒരു നേരമാകും. എന്തിനു വേണ്ടിയാ? നിങ്ങളെ സഹായിക്കാൻ, ആ കുടുംബത്തിന് വേണ്ടി, നിങ്ങളുടെ അമ്മയ്ക്ക് മരുന്ന് മേടിക്കാൻ, നിങ്ങളുടെ ആ കടം ആ ബാങ്കിൽ നിന്നെടുത്ത ലോണ് വീട്ടാൻ. സ്തോത്രം. എപ്പോഴാ ഞാനൊന്ന് സുഖമായിട്ടൊന്ന് ഇരിക്കുന്നതെന്ന് ചിന്തിക്കുന്നതായിരിക്കും അവർ, അല്ലേ? എങ്കിലും ഇതെല്ലാം കഴിഞ്ഞിട്ട് പ്രാർത്ഥനയ്ക്ക് ഓടുന്ന ആൾക്കാരുമുണ്ട്. അതാ ഭയങ്കരം. ഈ ജോലിയെല്ലാം ഡ്യൂട്ടിയെല്ലാം കഴിഞ്ഞ് വന്നിട്ട് പ്രാർത്ഥനയ്ക്ക് ഓടുന്നവർ വേറെ. സ്തോത്രം. അവരുടെ കഷ്ടപ്പാട് കാണണം. ഞാൻ നിങ്ങളോട് കാര്യം പറയാം, സഹോദരന്മാരെ, ആതുര ശുശ്രൂഷ ചെയ്യുന്ന നിങ്ങൾക്ക് എൻ്റെ ബിഗ് സല്യൂട്ട് ആദ്യം തരികയാണ്. അത് മാത്രമല്ല, നിങ്ങളുടെ വേദനകൾ ദൈവം അറിയുന്നുണ്ട്. സ്തോത്രം. നിങ്ങളുടെ പ്രയാസങ്ങൾ ദൈവം അറിയുന്നുണ്ട്. ഒരുപക്ഷെ ആത്മഹത്യയുടെ വക്കിൽ നിന്നായിരിക്കാം നിങ്ങൾ രക്ഷപ്പെട്ട് ഇപ്പം ഇവിടെ ഈ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. പല പ്രാവശ്യം ഒരുപക്ഷെ ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുന്നവരും ജോലി ചെയ്തുകൊണ്ട് തന്നെ ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുന്നവരും എന്നെ കേട്ടുകൊണ്ടിരിപ്പുണ്ടാവും. ഞാൻ നിങ്ങളോട് പറയാം, സ്തോത്രം, നിങ്ങളെ കാണുന്ന ഒരു ദൈവമുണ്ട് കേട്ടോ. ആരും നിങ്ങളെ കണ്ടില്ലെങ്കിലും ചുറ്റും മുഴുവൻ ഇരുട്ടായിരിക്കാം. ആമേൻ. ഒരു വെളിച്ചം, ഒരു നല്ല വാക്ക് പറയാൻ ആരുമില്ലായിരിക്കാം. നിങ്ങൾ ഇത്രയും പണം സമ്പാദിച്ചുണ്ടാക്കി കൊടുത്തിട്ടും ഒരു നല്ല വാക്ക് നിങ്ങളെക്കുറിച്ച് പറയാൻ ആരുമില്ലായിരിക്കാം. സ്തോത്രം. നാട്ടിൽ വരുമ്പോൾ എല്ലാവർക്കും, എല്ലാ ബന്ധുക്കൾക്കും ആമേൻ ചുരിദാർ, പാൻറ്, ഷർട്ട്, സാരി, കീരി ഇതെല്ലാം മേടിച്ചുകൊണ്ട് വേണം വരാൻ, അല്ലേ? എന്തൊരു കഷ്ടപ്പാടാ. ഒരാൾക്ക് കൊടുത്തില്ലെങ്കിലോ മുഖം ഞാൻ വീർപ്പിച്ച് പിടിച്ചുകൊണ്ട് നടക്കുകയും ചെയ്യും. എന്നാൽ നിങ്ങൾ പെടുന്ന കഷ്ടപ്പാട് ആർക്കെങ്കിലും അറിയാവോ, അല്ലേ? ഇന്ന് രാവിലെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകും. ഈ മനുഷ്യൻ പഞ്ഞിയും പിടിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു. അവരുടെ മുറിവുകളെ കഴുകി അവർക്ക് അത്യാവശ്യമുള്ള ഫസ്റ്റ് എയ്ഡ് എല്ലാം ചെയ്തിട്ട് അവരെ തിരികെ കൊണ്ടുവരിക. എങ്ങോട്ടാണ് കൊണ്ടുവരുന്നത്? ജയിലിലോട്ടാണ് തിരികെ കൊണ്ടുവരിക കേട്ടോ. അല്ലാണ്ട് ആ വഴിക്ക് പൗലോസൊക്കെ അങ്ങ് പോവല്ലായിരുന്നു. തിരിച്ച് ജയിലിലോട്ട് കൊണ്ടുവരിക. സ്തോത്രം. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, അവിടുന്ന് ജയിലിൽ അവർ പുറത്ത് വരുന്നുണ്ട് കേട്ടോ. അടുത്ത ഭാഗത്ത് നമ്മളത് വായിക്കുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഇന്ന് രാവിലെ ഞാൻ നിങ്ങളോട് പറയുക, പഞ്ഞിയെടുത്ത ആളാണോ നിങ്ങൾ എങ്കിൽ നിങ്ങളും നിങ്ങളുടെ കുടുംബവും രക്ഷപ്പെടും. സ്തോത്രം. ആമേൻ. 16:31 വാക്യമുണ്ട്. 16:31 ആ വാക്യം കൂടെ ഞാൻ വായിച്ച് കേൾപ്പിക്കാം. ആമേൻ. ഈ മനുഷ്യൻ ചോദിക്കുന്നുണ്ട്, രക്ഷപ്പെടാൻ എന്താ വഴി?
കർത്താവായ യേശുവിൽ വിശ്വസിക്കുക. എന്നാൽ നീ നിന്റെ കുടുംബം രക്ഷ പ്രാപിക്കും. കുടുംബത്തിന് ലഭിച്ച രക്ഷ ഈ മനുഷ്യനെ പഞ്ഞി കൈ കൊണ്ട് എടുപ്പിച്ചു കേട്ടോ. പഞ്ഞി കൈ കൊണ്ട് എടുപ്പിച്ചു. ആ രക്ഷ ദേ നിങ്ങൾക്കൂടെ ഉള്ളതാ സഹോദരി, നിനക്കൂടെ ഉള്ളത്. നീ ഭാരപ്പെടണ്ട, ഞാൻ നിനക്കൊരു പ്രാർത്ഥിക്കാൻ പോവാ. ആമേൻ. എത്ര വേദനയിലൂടെ ആയിരിക്കും ഒരുപക്ഷെ വേദനയിലൂടെയൊക്കെ കടന്നു പോകുന്നത്. ഈ പ്രാവശ്യം ശമ്പളം കൂടെ കിട്ടിയിട്ട് വേണം ആ കടമൊന്ന് വീട്ടാൻ. ആമേൻ, സ്വത്രം. ഒരുപക്ഷെ കുടുംബക്കാരെല്ലാം നിങ്ങളെ നല്ല പൈസ കായ്ക്കുന്ന മരമായിട്ടായിരിക്കും കാണുന്നത് കേട്ടോ. നിങ്ങളെ വലിയ താല്പര്യമില്ല അല്ലേ? നിങ്ങളുടെ കാശ് ഭയങ്കര ഇഷ്ടമല്ല, നിങ്ങളുടെ പേഴ്സ് ഭയങ്കര ഇഷ്ടമാണ്. ഭാരപ്പെടണ്ട. ആമേൻ. എല്ലാത്തിനും ദൈവം ഒരു പോക്ക് വഴി കൽപ്പിക്കും കേട്ടോ. ഭാരപ്പെടണ്ട. ഞാൻ നിങ്ങൾക്കൂടി പ്രാർത്ഥിക്കാൻ പോവാ. ശമ്പളം കിട്ടാത്തവർക്ക് ദൈവം ശമ്പളം തരും. ആമേൻ. പിടിച്ചു വെച്ചിരിക്കുന്ന ശമ്പളം ആമേൻ റിലീസാവും. ദൈവത്തിന് സ്തോത്രം. ആമേൻ. പ്രൊമോഷൻ ലഭിക്കേണ്ടവർക്ക് തക്ക സമയത്ത് ദൈവം പ്രൊമോഷൻ കൊടുക്കും. ആമേൻ. താമസിക്കാൻ വിദേശ രാജ്യത്ത് താമസിക്കാൻ നല്ലൊരു സൂട്ടബിൾ ആയിട്ടുള്ള സ്ഥലം കിട്ടിയില്ല, ഒന്ന് മാറണം എന്ന് ആഗ്രഹമുണ്ടെന്ന് ചിന്തിക്കുന്നവർക്ക് കർത്താവ് അനുഗ്രഹിക്കപ്പെട്ട സ്ഥലം നൽകട്ടെ. ഞാൻ നിങ്ങളോട് പ്രാർത്ഥിക്കുമ്പോൾ കണ്ണുകർച്ചു. നല്ല ദൈവ സ്വർഗീയ പിതാവേ, അവിടുത്തെ പുത്രൻ രക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഒരുമിച്ച് ഞങ്ങൾ തിരുസലേക്ക് അടുത്ത് വരുന്നു. ഇന്ന് കർത്താവ് രാവിലെ സമയം ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ഈ സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഈ സഹോദരന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവർ ജോലി ചെയ്യുകയാണ് കർത്താവെ. പല പ്രാവശ്യം ആത്മഹത്യയുടെ വക്ക് വരെ എത്തിയതാണ്. അതിനെക്കുറിച്ച് ചിന്തിച്ചതാണ്. പലതും കേട്ട് പലതും കണ്ടു കഴിഞ്ഞപ്പോൾ ഇനി എന്തിനാ ജീവിക്കുന്നതെന്ന് ചിന്തിച്ചു പോയവരാണ്. ക്ഷമിക്കണമേ, അവരുടെ അറിവില്ലായ്മയാണ്. ക്ഷമിക്കണമേ എന്ന് ഞാൻ അവർക്ക് വേണ്ടി ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, ഈ നിമിഷം മുതൽ അവർക്ക് തടഞ്ഞു വെച്ചിരിക്കുന്ന അവരുടെ ശമ്പളം ആമേൻ എത്രയുണ്ടോ അത്രയും വരുന്ന ദിവസങ്ങളിൽ ദൈവം റിലീസാക്കി കൊടുക്കണം. കർത്താവ് അത്ഭുതം ചെയ്യണം. അവരുടെ വീട്ടുകാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവ് അവരെ അനുഗ്രഹിക്കണമേ. ഇവർ മുഖാന്തരം എത്രയോ ദൈവദാസന്മാർ കർത്താവിൻ്റെ വേലയിൽ അവരുടെ ഓട്ടത്തിൽ ഇവരുടെ സഹായം കൂടെ ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. കർത്താവ് അവരെ അനുഗ്രഹിക്കണമേ, കൃപ ചെയ്യണമേ. അവർക്ക് സമയാസമയം ലഭിക്കേണ്ട ശമ്പളങ്ങൾ കൃത്യമായി ലഭിക്കട്ടെ. അവർക്ക് നല്ലൊരു വാസസ്ഥലം ഉണ്ടാകട്ടെ. കർത്താവെ, അവരുടെ പ്രൊമോഷൻ തക്ക സമയത്ത് ലഭിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഇതുവരെ നാട്ടിലേക്ക് വരാൻ കഴിയാതെ ഒരു ലീവ് പോലും കിട്ടാതെ ഭാരപ്പെടുന്നവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ അവൻ അടുത്ത ലീവ് അവർക്ക് എഴുതി കൊടുക്കട്ടെ. യേശുവിൻ്റെ രക്തം ചെയ്യും, തടസ്സങ്ങൾ മാറിപ്പോകട്ടെ. ആമേൻ. കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കും. ദൈവം അവർക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കും. അതിലുപരിയായി ഒരുപാട് പേരുടെ കണ്ണീര് തുടയ്ക്കുവാൻ, ഒരുപാട് പേർക്ക് ആമേൻ സഹായമായി നിൽപ്പാൻ ദൈവരെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവർ സ്നാനപ്പെട്ടിട്ടില്ലെങ്കിൽ കർത്താവെ, അടുത്ത പ്രാവശ്യം നാട്ടിൽ വരുമ്പോൾ അവർക്ക് സ്നാനത്തിനുള്ള വഴി ദൈവം ഒരുക്കി കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. കർത്താവ് അത്ഭുതം ചെയ്യണം. പ്രാർത്ഥനയുടെ നന്ദി യേശു ക്രിസ്തുവിന്റെ വലിയ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. പ്രിയരെ, ഈ മനുഷ്യൻ ആമേൻ രക്ഷിക്കപ്പെടാത്തൊരു ഓഫീസറായിരുന്നു. ഇപ്പം ഈ മനുഷ്യൻ രക്ഷിക്കപ്പെട്ട ഓഫീസറാണ്. കണ്ടോ? കുറച്ചുകൂടെ കാലം കഴിഞ്ഞപ്പോൾ താമസിയാതെ അവർ സ്നാനം പറ്റുന്ന ഈ മനുഷ്യൻ സ്നാനപ്പെട്ടൊരു ഓഫീസർ. സ്തോത്രം. ഞാൻ ഇച്ചിരി കടത്തി പറയട്ടെ. ഈ മനുഷ്യൻ സ്നാനപ്പെട്ട ദൈവദാസന്മാരെ സഹായിക്കുന്ന ഒരു ഓഫീസർ. ആമേൻ. ഇനി ഞാൻ ഒരു വാക്കൂടെ കടത്തി പറയുകയാണേ. ഈ മനുഷ്യൻ സ്നാനപ്പെട്ട് ദൈവകൃപയിൽ നിന്ന് ദൈവസന്നിധിയിൽ ചേർക്കപ്പെട്ട സ്വർഗ്ഗത്തിൽ ചെല്ലുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു വിശുദ്ധനായ മനുഷ്യൻ. സ്തോത്രം. അങ്ങനെ തീരാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ദൈവം നിങ്ങളെ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ.